എല്ലാം ചിന്തിച്ച് അവസാനം ഭയന്ന് തളർന്ന് ഭഗവാന്റെ മുമ്പ് വന്നിട്ട് നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കാനായി സാധിക്കും. അപ്പൊ മനസ്സിനെ ഉറപ്പിക്കുക. ആക്ക് മിതമായിട്ടുള്ള ആഹാരമേ പാടൂ, അധികം ആഹാരം പാടില്ല. ഉറക്കമാണെങ്കിൽ വളരെ കുറവായിരിക്കണം. അതേപോലെ തന്നെ ആ ആയോധന കലകൾ എപ്പോഴും പരിശീലിച്ചു കൊണ്ടിരിക്കണം. ചുറ്റുമാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം എപ്പോഴും വേണമെങ്കിലും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം നാട്ടിലുള്ള പ്രജകൾക്കിടയ്ക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നം വരും. ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ആളാണ് രാജാവ്. പക്ഷെ എങ്കിലും അയാള് രാജാവ് എന്നാണ് പറയുന്നത്. കാരണം ഈ പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്യാൻ കഴിവുള്ള ആളാണ് രാജാവ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്കും ഒരു രാജാവിനെ പോലെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഭഗവാനോട് പറയാനേ പാടില്ലാത്ത ഒരു കാര്യം ഇതാണ്: ഭഗവാനെ, എന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണേ, എന്റെ ജീവിതത്തിലെ ദുഃഖമൊക്കെ ഇല്ലാതാക്കി തരണേ. ഇതിന്റെ ഫലമേ എനിക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള സത്കർമ്മം ചെയ്യാനുള്ള ബുദ്ധി എനിക്ക് തരാനായിട്ട് പറ്റും. എന്താണ് സദ്ബുദ്ധി? നീ നിന്റെ ജീവിതത്തിനെ കുറിച്ച് നല്ലത് ചിന്തിക്കും.